ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് തൃശൂർ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി സജ്ജമായി. ചേലക്കരയിലും പാലക്കാടും വയനാട്ടിലും UDF മികച്ച വിജയം നേടുമെന്നും VK ശ്രീകണ്ഠൻ MP ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇത്തവണ ചേലക്കര ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചുപിടിക്കും. നല്ല ആത്മവിശ്വാസത്തിലാണ് അവിടുത്തെ പ്രവർത്തകരും. അതിനേക്കാളേറെ പിന്തുണ നൽകാനാണ് ജനങ്ങൾ നിൽക്കുന്നത്. എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ കഴിയില്ലല്ലോ, പക്ഷേ അവിടെയുള്ള നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, ഐക്യമില്ലായ്മ അതൊക്കെ പരിഹരിച്ചു. വളരെ ശക്തമായ നിലയിൽ പോവുകയാണ്. ഈ നിലയിൽ പോയാൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നും 7 നിയമസഭാ സീറ്റ് വരെ കോൺഗ്രസിന് UDFന് ലഭിക്കും. UDFിൻ്റെ സിറ്റിംഗ് സീറ്റ് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് UDF നിലനിർത്തും. ഏറ്റവും പെട്ടെന്ന് തന്നെ 2 സ്ഥലത്തും 3 സ്ഥലത്തും വയനാട്, പാലക്കാടും ചേലക്കരയും സ്ഥാനാർത്ഥികൾ UDFിൻ്റെ വരും. അത്യുജ്വലമായൊരു വിജയമാണ് ഇത്തവണ 3 സീറ്റിലും UDFന് ഉണ്ടാകുക. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, 3 മണ്ഡലങ്ങളും പിടിച്ചെടുക്കുമെന്ന് തന്നെയാണോ VK ശ്രീകണ്ഠൻ MP പറയുന്നത്? തീർച്ചയായിട്ടും സ്കൈൻ. ഇപ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ കാര്യം എടുക്കുമ്പം DCC ഓഫീസിൽ വെച്ച് നേതാക്കൾ പരസ്പരം നേർക്കുനേർ ഏറ്റുമുട്ടുന്ന, അത് വാക്കേറ്റമൊന്നുമല്ല, കയ്യാങ്കളിയിലേക്ക് വരെ എത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിലാണ് DCC പ്രസിഡന്റ് മാറി നിൽക്കുകയും MP ആയിട്ടുള്ള VK ശ്രീകണ്ഠന് തൃശ്ശൂർ DCCയുടെ ചുമതല നൽകുകയും ചെയ്തത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ, കഴിഞ്ഞ ഏതാനും നാളുകളായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ അവിടുത്തെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമാണ് VK ശ്രീകണ്ഠൻ പ്രകടിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ, അതായത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ സമയത്ത് ഒറ്റക്കെട്ടായി കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും. വലിയ വിജയം ചേലക്കരയിൽ ഉണ്ടാക്കും. ചേലക്കരയിൽ നിലവിൽ K രാധാകൃഷ്ണൻ പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണ്. അവിടെ ഇടത് വേരോട്ടമുള്ള മണ്ഡലമാണ്. പക്ഷെ അവിടെ ഇത്തവണ UDFന് ഒരുപക്ഷെ രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായി എത്തിയേക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഉജ്ജ്വല വിജയം അവിടെ നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് DCC പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന VK ശ്രീകണ്ഠൻ പങ്കുവയ്ക്കുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ചു എന്ന് പറയുന്നില്ല, പക്ഷേ നേതാക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാടാണ്. പാലക്കാടും എല്ലാ തരത്തിലും UDF ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ MP എന്നുള്ള നിലയ്ക്ക് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന 3 വയനാട്ടിലും ചേലക്കരയിലും പാലക്കാടും ഉജ്ജ്വല വിജയം UDF നേടുമെന്നാണ് അദ്ദേഹം ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നത്. താങ്ക് യു നിഖിൽ പ്രമേഷ്.